മുൻപന്തികളെ നൃത്തച്ചുവടുകൾ കൊണ്ട് കീഴടക്കി കാലടി ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയിലെ ഭരതനാട്യ വിഭാഗം മേധാവിയായി മാറിയ ഡോക്ടർ എസ് സിന്ധു ആറിൽ ടീച്ചറാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം ടീച്ചർ. നമസ്കാരം ടീച്ചർ. ജനിച്ച് 3 മാസം കഴിഞ്ഞൊരു പെൺകുട്ടി, ഉപേക്ഷിക്കപ്പെട്ട ഒരു പെൺകുഞ്ഞിൽ നിന്ന് ഒരു സർവകലാശാലയിലെ വകുപ്പ് മേധാവിയിലേക്ക് വലിയൊരു ദൂരം തന്നെയാണ്. നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ പ്രിയങ്കരിയായ ഒരു ഗുരുനാഥയിലേക്കുള്ള ഒരു മാറ്റം എങ്ങനെയായിരുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളെയൊക്കെ വിലയിരുത്തുന്നത്? ശ്രീനാരായണഗിരിയില് 3 മാസമുള്ളപ്പം കിട്ടിയതായിരുന്നു എന്നെ. അവിടുന്ന് കുട്ടിക്കാലം മുതലേ അവിടെ നോക്കിയ ചേച്ചി പറഞ്ഞിരുന്നു, തൊട്ടി കിടക്കുമ്പോഴേ കണ്ണുമൊക്കെ ഒരു നല്ല രീതിയിൽ പിടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നെന്ന്. അത് കഴിഞ്ഞ് നഴ്സറിയിൽ പഠിക്കുമ്പം നഴ്സറിയിലെ ഡാൻസ് പഠിപ്പിക്കുമായിരുന്നു. അത് ഞാൻ നന്നായി കളിക്കുമായിരുന്നു. എന്നെ കൊണ്ടുവന്ന് ആക്കിയ ദേവകി ഗോപിദാസ് ആയിരുന്നു അന്നത്തെ പ്രസിഡന്റ് അവിടുത്തെ. അപ്പൊ ദേവകി ഗോപിദാസ് ഇടയ്ക്കിടയ്ക്ക് വരുമ്പം എന്നെ വിളിച്ച് കളിപ്പിക്കുമായിരുന്നെന്ന് പറയണു നോക്കിയ ചേച്ചിമാര്. അപ്പം അന്ന് ദേവകി ഗോപിദാസ് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു, എന്റെ ഡാൻസ് കണ്ടിട്ട് ഇതില് തന്നെ ഉയരത്തുള്ളൂ, അത്രയും ടാലന്റ് ആയിട്ടാണ് മോള്, നല്ല രീതിയിൽ കളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ നഴ്സറി മുതൽ ഇങ്ങോട്ട് പഠിച്ച് ഒരു 6ാം ക്ലാസ് ആയപ്പോഴത്തേനും ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഒരു ടീച്ചറെ കൊണ്ടുവന്നു. ശോഭ ടീച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചറെ, പറവൂരുള്ളതാ ടീച്ചർ. ആ ടീച്ചറെ കൊണ്ടുവന്ന് ഞങ്ങളെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് കുറേ പേരെ സെലക്ട് ചെയ്തെടുത്തിരുന്നു ഗിരിന്ന് തന്നെ. അതില് ഡാൻസ് നന്നായി കളിച്ചു എന്ന് ശോഭ ടീച്ചർ പറയുകയും ചെയ്ത്, ഇനി 10ാം ക്ലാസ് കഴിഞ്ഞാലും സിന്ധുവിനെ ഡാൻസിലേക്ക് തന്നെ വിട്ടാൽ മതി എന്നുള്ളത് ശോഭ ടീച്ചറുടെയും കൂടി ഒരു അഭിപ്രായവും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പാർവതി അയ്യപ്പൻ, സഹോദരൻ അയ്യപ്പന്റെയാണ് സ്ഥാപനം. അവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ആ സ്ഥാപനം തുടങ്ങിയത്. അപ്പൊ ആ പാർവതി അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വിളിക്കുന്ന അമ്മുമ്മ, അമ്മുമ്മയ്ക്ക് ഓർമ്മയൊക്കെ ഇല്ലാണ്ടായിരുന്നു എന്റെ 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേനും. അപ്പോഴത്തേനും ജസ്റ്റിസ് ഉഷ സുകുമാരൻ എന്ന് പറഞ്ഞ ആന്റിയാണ് പിന്നെ സ്ഥാപനം ഏറ്റെടുത്തത്. സ്ഥാപനം ഏറ്റെടുത്ത സമയത്താണ് 10ാം ക്ലാസ് കഴിഞ്ഞത്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഉഷ ആന്റി ചോദിച്ചു, എന്താവണം എന്ന് ചോദിച്ചു ഞങ്ങളോട്. ഒരു ഉഷ എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ 10ാം ക്ലാസ് കഴിയാൻ. അപ്പൊ ആ കുട്ടി പറഞ്ഞു, എനിക്ക് പ്രസ്സിലെ പഠിച്ചാൽ മതിയെന്നും. ഞാൻ പറഞ്ഞു, എനിക്ക് ഡാൻസ് പഠിച്ചാൽ മതി, എന്നെ ഡാൻസിലേക്ക് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തൃപ്പൂണിത്തുറ RLV കോളേജിൽ കൊണ്ടുപോയി ചേർത്ത് അവിടെ നിന്ന് സ്റ്റാർട്ടിങ് ഡിപ്ലോമയായിരുന്നു അന്ന്, പിന്നെ പോസ്റ്റ് ഡിപ്ലോമ. ആ ഡിപ്ലോമയ്ക്കും ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, പോസ്റ്റ് ഡിപ്ലോമയ്ക്കും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. അതിനുശേഷം ഞങ്ങള് 93 കല്യാണം വന്നു. കല്യാണം നടത്തി തന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കല്യാണം നടത്തി. ഉഷാന്റി സുകുമാരമാമനും ആ കുടുംബം മൊത്തം കല്യാണം നടത്താനുണ്ടായിരുന്നു. കല്യാണം നടത്തി തന്നു. 95 തൃപ്പൂണിത്തുറ RLV കോളേജിൽ തന്നെ എനിക്ക് എംപ്ലോയ്മെന്റ് വഴി ജോലി കിട്ടി. 96 എംപ്ലോയ്മെന്റ് വഴി ജോലി കിട്ടി. 97 ആണ് ഡിസംബർ 9-ാം തീയതി, ഡിസംബർ 9 അല്ല 12-ാം തീയതി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തത്. ടീച്ചർ, ശ്രീനാരായണഗിരി ടീച്ചറിന്റെ ജീവിതത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിരുന്ന ഒരു സ്ഥാപനമാണ്. അവിടുത്തെ ഒരു ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? അവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് കുട്ടിക്കാലം മുതലേ ചിട്ടകളുണ്ടായിരുന്നു. എന്തിനും ഒരു ചിട്ടയുണ്ട്. കാരണം ആഴ്ചയില് കുട്ടിക്കാലത്ത് ഞങ്ങളെ നഴ്സറിയിലൊക്കെ വിടുമ്പോ അങ്ങനെയൊന്നുമില്ല. ഒരു 5ാം ക്ലാസ് മുതൽ എനിക്ക് പൊക്കം കുറവും ഒക്കെ ആയിരുന്നു. അപ്പൊ എന്റെ ബാഗ് വരെയും വലിയ മുതിർന്ന ചേച്ചിമാരുടെ അടുക്കെ കൊടുത്തിട്ട് അവരോട് സ്കൂളിൽ കൊണ്ടു തരാൻ പറയും. അങ്ങനെ സ്നേഹിച്ചും ലാളിച്ചും ഒക്കെ വളർത്തിയതാ ഞങ്ങളെ. പിന്നെ ചിട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഞങ്ങളെ ഗ്രൂപ്പ് തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പണികൾക്കാണെങ്കിൽ ഈ ഗ്രൂപ്പില് ഒരു ആഴ്ചയിൽ ഒരു ദിവസം, ശനി ഞായർ എന്നുള്ള ദിവസത്തില് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപകരണങ്ങളെല്ലാം, അതായത് ഉപയോഗിക്കുന്ന പാത്രങ്ങള്, ബാത്റൂമിലെ ക്ലീൻ ചെയ്യല്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഞായറാഴ്ച ഞങ്ങളെ നോക്കിയ ചേച്ചി, ഭാരതി ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി
എല്ലാം വന്ന് ക്ലീൻ ആണോ എന്ന് നോക്കി അങ്ങനെ ചിട്ടയോടുകൂടി വളർത്തുമായിരുന്നു. വളർത്തിയിട്ടുണ്ട് ഞങ്ങളെ. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഒരു കുടുംബത്തിലേക്ക് വരുമ്പം ഒരു പ്രയാസം ഇല്ലാതെ വരും. പിന്നെ എന്നാ വെച്ചാല് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കില്ലായിരുന്നു അവിടെ. കാരണം ഞാൻ ഡാൻസ് ഒക്കെ ആയതുകൊണ്ട് സൗന്ദര്യം വേണം, കൈയൊന്നും വൃത്തികേടാകരുത് എന്നുള്ള ആ ഒരു മുൻഗണന തന്ന് എന്നെ വളർത്തിയിട്ടുണ്ട്. ചെറുപ്പം മുതലേ ഡാൻസും ചെയ്യുമായിരുന്നല്ലോ. അതുകൊണ്ട് ഉഷാന്റി പറയുമായിരുന്നു അവളെ വെയിലത്തൊന്നും ഇറക്കരുത്, വെയിലത്തൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ആട്ടും ഗ്ലാമറും ഒക്കെ ശരിയാവില്ല, അതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യണ്ട എന്ന് പറയും. പക്ഷെ ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് കല്യാണം കഴിച്ചു വന്ന വീട്ടിൽ വന്നപ്പോഴാണ് എന്താണ് ജീവിതമെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ഒക്കെ അറിയുന്നത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം. പിന്നെ ഗിരിയിൽ എന്ന് പറയുമ്പം എന്താ അമ്മൂമ്മ ഇടയ്ക്ക് വരുമ്പോ ഞങ്ങളെ ഒരു ഉപദേശമുണ്ട്. അതായത് മറ്റുള്ള ആളുകളോട് എങ്ങനെ പെരുമാറണം എന്ന് വരെ അമ്മൂമ്മ മാസത്തിൽ ഒരിക്കൽ വരുമായിരുന്നു. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ അക്ഷരസ്ഫുടത എന്താണെന്നും അക്ഷരം ഉവ എന്ന് പറയരുത്, ആരെങ്കിലും എന്ത് ചോദിച്ചാലും ഉവ്വ് എന്ന് തന്നെ പറയണം. അങ്ങനെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള അക്ഷരസ്ഫുടത പോലും അമ്മൂമ്മ പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു പണ്ട് കാലങ്ങളിൽ. അപ്പം ആ അക്ഷരത്തിനോടും ആ അക്ഷരം എവിടെ ഉപയോഗിക്കണം, എന്തിനുപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്ന് വരെയും പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് ഞങ്ങളെയൊക്കെ. അത്രയും ടാലന്റ് ആയിട്ടാണ് കുട്ടികൾ പോലും അവിടെ വളരുന്നത് തന്നെ. പിന്നെ എന്നെ സംബന്ധിച്ച് എന്റെ വീടാണത്. എന്റെ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണു തുറക്കുന്നത്, എന്റെ ഓർമ്മ വരുന്നത് എല്ലാം അവിടെ വെച്ചാ. ഞാൻ നടക്കാൻ തുടങ്ങിയപ്പോഴത്തേനുമാണ് അവിടുത്തെ ഒരു അരപ്രൈസ് വരെയും കിട്ടിയെന്നാണ് എന്നെ നോക്കിയ ചേച്ചിമാര് പറയുന്നത്. അത്രയും ലാളിച്ച് വളർത്തിയതാ. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ഗിരിയെ മറക്കാൻ പറ്റില്ല. എന്റെ വീടാണത്. പിന്നെ എനിക്കൊരു ജീവിതം തന്നു. ടീച്ചർ പഠനകാലത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ RLV കോളേജിലെ ഒരു പഠനകാലമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പഠനകാലം എനിക്ക് RLVയിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു സ്കോളർഷിപ്പിന്റെ പരീക്ഷ ഉണ്ടായിരുന്നു. ആ സ്കോളർഷിപ്പിന്റെ പരീക്ഷയിൽ സ്കോളർഷിപ്പോട് കൂടി തന്നെ ഞാൻ പഠിച്ചത്. കാരണം ഫസ്റ്റ് എനിക്ക് കിട്ടി സ്കോളർഷിപ്പോട് കൂടി. അവിടെ ഫീസൊന്നുമില്ല, അന്ന് ഗവൺമെന്റ് കോളേജാണല്ലോ, അത് ഫീസൊന്നുമില്ല. പക്ഷെ സ്കോളർഷിപ്പ് എനിക്ക് ഉണ്ടായിരുന്നു. സ്കോളർഷിപ്പിന്റെ പരീക്ഷയിൽ ഞങ്ങളുടെ ബാച്ചിൽ എല്ലാവരെയും വെച്ച് പരീക്ഷ ഇട്ടപ്പം അതിൽ സ്കോളർഷിപ്പ് കിട്ടിയത് എനിക്കായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല സ്നേഹമായിരുന്നു. ടീച്ചർമാർക്കൊക്കെ ആണെങ്കിൽ എന്നോട് ഭയങ്കര ഒരു 2 ടീച്ചർമാർ മരിച്ചുപോയി. ഇപ്പോഴും ഉണ്ട് 2 ടീച്ചേഴ്സ്. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നോട്. ഞാൻ നന്നായി കളിക്കുകയും ചെയ്യുമായിരുന്നെന്ന് പറയും. പരീക്ഷയ്ക്കാണെങ്കിലും നല്ല ഒരു ഇതായിരുന്നു. പിന്നെ അനില് ഹസ്ബൻഡ് എൻ്റെ കൂടെ പഠിച്ചതായിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞിരുന്നത് ഞങ്ങളൊരു സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേനും ഹസ്ബൻഡ് എന്നോട് വന്ന് പറഞ്ഞു, എനിക്ക് സിന്ധുവിനെ ഇഷ്ടമാ, ജീവിതത്തിലേക്ക് കടത്താൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാല് പറയാം. സ്ഥാപനത്തിൽ വന്ന് ചോദിക്കണം, ചോദിക്കാതെ പറ്റത്തില്ല. ഞാൻ അങ്ങനെ വിളിച്ചാലൊന്നും ഇറങ്ങി വരാൻ എനിക്ക് താല്പര്യമില്ല, വന്ന് ചോദിക്കാൻ പറഞ്ഞു. വന്ന് ഉഷാന്റിയോട് ചോദിച്ചു. ഉഷാന്റി പറഞ്ഞു കോഴ്സ് എല്ലാം കഴിയട്ടെ. അപ്പോഴത്തേനും ഞങ്ങളുടെ ഡിപ്ലോമ കഴിഞ്ഞതേ ഉണ്ടായുള്ളൂ. ഡിപ്ലോമ കഴിഞ്ഞ സമയത്താണ് ടീച്ചർമാരോടും അനിൽ പറയണത്. പിന്നെ ഉഷാന്റിയോടും വന്ന് പറഞ്ഞു. അപ്പം ഉഷാന്റി പറഞ്ഞു കോഴ്സ് കഴിയട്ടെ, കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അങ്ങനെ കോളേജിൽ വെച്ച് കാണും, അത്രേ ഉള്ളൂ. പിന്നെ 93-ലായപ്പോഴത്തേനും 91-ല് കോഴ്സ് കഴിഞ്ഞു. 93-ല് ആണ് കൊല്ലൂർ മൂകാംബിക വെച്ചിട്ട് കല്യാണം നടത്തി തരുകയും ചെയ്തത് ഉഷാന്റി. ടീച്ചർ അതുപോലെ തന്നെ അതിജീവന മാർഗമായി നൃത്തം ടീച്ചറിന്റെ ലൈഫിൽ എത്തുമെന്ന് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് ഞാനൊക്കെ ഓർഫനല്ലേ, നമുക്ക് എവിടെ ഒരു എന്ത് ചെയ്യാൻ പറ്റും. ഞാനാണെങ്കിൽ ജീവിതത്തിൽ ഇത് എടുത്തും പോയി,
എനിക്ക് ഒരു ഓർഫൻ എന്നുള്ള നിലയിൽ ആരുമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ ചെറുപ്പം മുതലേ ഞാൻ ഈശ്വരനില് ഭയങ്കര എനിക്കൊരു എന്താ പ്രാർത്ഥന ഉണ്ടാകുമായിരുന്നു എനിക്ക്. അത് ആ പ്രാർത്ഥനയിൽ നിന്നാണ് ഞാൻ പിന്നെ പ്രാർത്ഥന മാത്രം പോരാ, വളർത്തുന്ന ആ ചേച്ചിമാരുടെയും ഇതുണ്ട്. ആ, ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ലെവലിലേക്ക് പൊസിഷനിൽ എത്തും. കാരണം എന്റെ മനസ്സിൽ മുഴുവൻ അയ്യോ ഞാൻ ഓർഫനാണ്, ഇനി ആരും സഹായിക്കാനും ഇല്ല, ഞാൻ ഇത് എടുത്തും പോയി, എന്തായിരിക്കും എന്റെ ജീവിതത്തില് കല്യാണം ഒക്കെ നടക്കൂ, കാണാനൊന്നും വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ ഈശ്വരന്റെ ഒരു അനുഗ്രഹം കൊണ്ടും ഗുരുദേവന്റെ ഒരു അനുഗ്രഹം, പ്രത്യേകിച്ച് ഞങ്ങൾ വളരുന്ന സ്ഥാപനത്തില് ശ്രീനാരായണഗിരിയിൽ ഗുരുദേവൻ വന്നിരുന്ന കല്ലുണ്ട്. ആ കല്ല് എന്ന് പറഞ്ഞാല് ഞങ്ങള് മാസത്തിൽ ഒരിക്കലൊക്കെ ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് സ്ഥാപനത്തിലാണെങ്കിലും രാവിലെയും 5 മണിക്ക് ബെല്ലടിച്ച് പ്രാർത്ഥിക്കണം, വൈകുന്നേരം 7 മണിക്കും ഒരു പ്രാർത്ഥനയുണ്ട്. അങ്ങനെ ഒരു ഈശ്വര വിശ്വാസത്തിലൂടെയും സത്യത്തിലൂടെയും വളരുന്നതായതുകൊണ്ട് ദൈവം ഇതുവരെ ഒരു അനീതിയും കാണിച്ചിട്ടില്ലെന്നാണ് എന്റെ അറിവില്. അപ്പൊ ദൈവം എല്ലാം കാണുന്നുണ്ടല്ലോ. ദൈവം തന്നെ സൃഷ്ടിച്ച് നമുക്ക് അച്ഛനും അമ്മയെ കണ്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ എല്ലാ വിധത്തിലും നമ്മളെ ദൈവം കാക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. ഒരിക്കലും ഞാൻ ഈ പദവിയിലെത്തുന്ന വിചാരിച്ചിരുന്നില്ല. അത് ഈശ്വരാനുഗ്രഹം മാത്രമാണ്. ടീച്ചർ ഇത്രയും വർഷത്തെ ഒരു 10-28 വർഷത്തെ അധ്യാപന പരിചയം, അത് വലിയൊരു വർഷം തന്നെയാണ്. അത്രയും നാള് ഇത്രയും കുട്ടികളെയൊക്കെ പഠിപ്പിക്കുക. ഒരു നല്ലൊരു ഓർമ്മ പങ്കുവെക്കാമോ ഈ ഒരു ലൈഫിൽ, ഇത്രയും വർഷത്തെ അധ്യാപന ജീവിതത്തിൽ? ഓർമ്മ എന്ന് പറഞ്ഞാല് ഞാൻ സർവീസിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും കുറേ എനിക്ക് താങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ എന്നെ കോളേജിൽ നിന്നാണെങ്കിലും ഒക്കെ പ്രശ്നങ്ങളായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഞങ്ങളുടെ ഹെഡ് എന്ന് പറയണത്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതൊക്കെയാണ്. പക്ഷെ എന്തോ ഞങ്ങൾക്ക് അറിയില്ല, ഞാൻ ചെയ്യാത്ത തെറ്റ് പോലും കുട്ടികളോട് പറഞ്ഞ് കുട്ടികളെ തിരിപ്പിച്ച് നമുക്കെതിരെ പരാതി കൊടുക്കലും ഒക്കെയായിരുന്നു. 2019 വരെ, 2019 ശേഷം മാഷ് റിട്ടയറായി. അത് കഴിഞ്ഞേ പിന്നെയാണ് നമുക്കൊരു ഒരു നീതി കിട്ടുന്നത്. നമ്മൾ പറയുന്നത് ശരിയാണെന്നെങ്കിലും തോന്നി നമുക്കൊരു മെമ്മോ തരാതിരിക്കുന്നത്. അല്ലെങ്കിൽ എന്നും നമുക്ക് ഈ വേദന തന്നെയായിരുന്നു ഈ നമ്മൾ പഠിപ്പിക്കാൻ ചെല്ലുന്നത്. പക്ഷേ എങ്കിലും എൻ്റെ ഞാൻ എന്താണ്, ഞാൻ ആരാണ്, എന്താണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലായി. കുട്ടികൾ അതിൽ സത്യം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു ഒരു കൂട്ടം കുട്ടികളുണ്ടായിരുന്നു എനിക്ക്. അവരിന്നും എൻ്റെ കൂടെ തന്നെയുണ്ട്. കാരണം ടീച്ചറുടെ സ്വഭാവം ഞങ്ങൾക്ക് മനസ്സിലാവും. ടീച്ചർ സത്യത്തിലൂടെ നിൽക്കുന്ന ടീച്ചറാണ്. ഞാൻ ഓരോ കുട്ടികൾക്കും വേണ്ടി മാർക്കൊക്കെ കുറയുമ്പോൾ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. കാരണം അത് കുട്ടികളുടെ ഒരു ഭാവിയെയാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാദിക്കും. കാരണം അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയും മാഡം. കാരണം എന്താ വെച്ചാൽ ഒരു കുട്ടിയുടെ ഭാവിയാണ്. നന്നായി കളിക്കുന്ന കുട്ടികൾക്ക് മാർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. എന്നോട് ശത്രുതാ മനോഭാവം വെക്കുന്ന കുട്ടികൾക്ക് പോലും എൻ്റെ കൈകൊണ്ട് ഞാൻ ആ കുട്ടികളെ രക്ഷിക്കുകയുള്ളൂ. ഒരു കാരണവശാലും കുട്ടികളുടെ മാർക്കിലിട്ട് ഞാൻ കളിക്കില്ല. പക്ഷെ അതല്ല, അതിന് മുൻപൊക്കെ നടന്നിരുന്നത്. ഞാൻ പഠിപ്പിച്ച 4th സെം വരെ ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്ക് എന്തുമാത്രം കഴിവുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവര് 6th സെം ആവുമ്പോഴത്തേനും അവരുടെ മാർക്ക് കുറഞ്ഞ് കുട്ടികൾ അവിടെ ഇരുന്ന് കരയേണ്ട ഒരു രംഗം കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് സംസാരിച്ചു പോകുന്നതാണത്. നമ്മൾ കുട്ടികളോടുള്ള ആത്മാർത്ഥത കൊണ്ടും കലയോടുള്ള ആത്മാർത്ഥത കൊണ്ടുമാണ് ഞാനത് സംസാരിച്ചു പോകുന്നത്. ഇപ്പം വലിയ കുഴപ്പമില്ല. ഇപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ടീച്ചർ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും വേദനകളും ഒക്കെ തന്നെ അതിജീവിച്ചാണ് ടീച്ചർ ഇന്ന് കാണുന്ന ഈ പദവിയിൽ എത്തി നിൽക്കുന്നത്. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒരു കരുത്ത് പകർന്ന ഒരു ഘടകം, ഇങ്ങനെയൊക്കെ തളരുന്ന ഒരുപാട് ഇൻസിഡൻസ് ടീച്ചറിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ തന്നെ ടീച്ചറിനെ ഉയർത്തുന്ന അല്ലെങ്കിൽ ആ ഒരു ഫാക്ടർ എന്തായിട്ടാണ് ടീച്ചറിന് പലപ്പോഴും തോന്നുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ ചെറുപ്പം മുതലേ എന്നെ വളർത്തിയത് സത്യത്തിലൂടെ പോവുക. സത്യം, അനീതിക്ക് നിൽക്കരുത്. നമ്മുടെ ഞങ്ങള് സഹോദരനായിപ്പനെ അപ്പൂപ്പൻ എന്നാ ഞങ്ങൾ വിളിക്കണം. അപ്പൂപ്പന്റെ ഒരു പദ്യത്തില് പോലും ഉണ്ട്, സ്നേഹത്തെ ഭജിക്കുക, ധർമ്മം ചെയ്യുക,
സ്നേഹത്തെ ഭജിക്കാത്ത മനുഷ്യൻ മഹാനിന്ദ്യൻ എന്നൊരു വാചകം ഒരു പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത് അതിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ അറിവ് തുടങ്ങുന്നതും എൻ്റെ കണ്ണ് തുറക്കുന്നതും ഒക്കെ ഗിരിയിൽ വെച്ച. ഗിരിയിൽ ആ ഒരു ചിട്ടയും അധർമ്മം കാണിക്കാതെ ധർമ്മത്തിലൂടെ മുന്നോട്ട് പോകുക എന്ന് നമ്മുടെ കണ്ണ് തുറക്കുമ്പം മുതലേ കാണിച്ചു തരുന്ന ആ ഒരു പ്രവൃത്തി എനിക്ക് പ്രാവർത്തികമാക്കേണ്ടി വന്നത് ഇവിടെ വെച്ച. അതുകൊണ്ടാണ് നമ്മൾ തളരാതെയും ഒരിക്കലും. പിന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ജോലി കിട്ടുന്നത്. പക്ഷെ അവിടുന്ന് ജോലി കിട്ടിയ അന്ന് മുതലേ ഞാൻ കടന്ന് ദുരിതം അനുഭവിക്കുന്നത് ഇവരും കണ്ടുകൊണ്ട് നിൽക്കുക. കാരണം കലാകാരന്മാരായതുകൊണ്ട് അതങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് എനിക്ക് അതൊന്നും മൈൻഡ് ചെയ്യണ്ട സിന്ധു എന്ന് പറഞ്ഞു തന്നത് ഇവരും ഉഷാന്റിയാണ്. എന്നെ കോളേജിൽ വെച്ചിട്ട് കൈ വെച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു, എൻ്റെ കൂടെ വർക്ക് ചെയ്ത HOD. പക്ഷേ എന്നിട്ട് ഞാൻ ഉഷാന്റിയുടെ അടുക്കൽ ചെന്നപ്പോൾ ഉഷാന്റി പറഞ്ഞു, സാരമില്ല, ഒന്ന് ക്ഷമിക്കേ എന്ന് പറഞ്ഞ് കേസൊക്കെ എടുക്കാൻ പോയതാണ്. പക്ഷെ അന്ന് മേലധികാരികൾ അവർക്കായിരുന്നു മുൻതൂക്കം കൊടുത്തിരുന്നത്. പക്ഷെ അപ്പോഴും എൻ്റെ വീട്ടില് എൻ്റെ അമ്മായിയമ്മ പറഞ്ഞത്, ഒരു കാരണവശാലും ഒരാളുടെയും ജോലി കളയരുത്. ജോലി കൊടുക്കാൻ കഴിയില്ല, കളയാൻ വേഗം കഴിയും, കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, നീ ക്ഷമിക്ക് എന്ന് പറഞ്ഞ്. അതൊക്കെ എനിക്ക് ഉണ്ടായത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ എൻ്റെ ഗിരിയിൽ നിന്നാ. എന്നെ വളർത്തിയ ആ ചേച്ചിമാരുടെ ഗുണമാണ് എനിക്ക് വീണ്ടും ഒരു പ്രചോദനം തന്നുകൊണ്ടിരുന്നത്. ഒന്നിനും തളരണ്ട, എല്ലാം ഈശ്വരനിലേക്ക് സമർപ്പിക്കുക, ഈശ്വരൻ കാണുന്നുണ്ടല്ലോ എല്ലാം എന്നാണ് ഞാനും ഇപ്പോഴും എപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. അത് തന്നെയാ മാഡം. ടീച്ചർ, ഗിരിയുടെ പങ്കാളിത്തം കഴിഞ്ഞ് കഴിഞ്ഞ് കുടുംബത്തിലേക്ക് വരികയാണെങ്കിൽ ഹസ്ബൻഡ്, മക്കൾ, അവരുടെയൊക്കെ ഒരു പിന്തുണ അതിപ്പം എങ്ങനെയാണ്? ഹസ്ബൻഡ് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് ഈ കലാ ഫീൽഡിലേക്ക്. എൻ്റെ കുടുംബം തന്നെ ഇത് കലാ കുടുംബമാണ്. അച്ഛൻ ബാലയിലായിരുന്നു എന്ന് പറയണ കേട്ടിട്ടുണ്ട്. ഹസ്ബൻഡിന്റെ അച്ഛൻ ബാലെ നടത്തിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ഹസ്ബൻഡിന്റെ ചേട്ടൻ മെഡിക്കൽ കോളേജിലായിരുന്നു വർക്ക് ചെയ്തത്. പക്ഷെ പാട്ടൊക്കെ പാടുമായിരുന്നു. ചേച്ചി ഡാൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. അനിയനുണ്ട്. അനിയൻ കലാക്ഷേത്രയില് കോഴ്സ് കഴിഞ്ഞതാ, ഭരതനാട്യത്തിന്റെ കോഴ്സ് കഴിഞ്ഞ് ഇപ്പൊ നല്ലൊരു നിലയിൽ നിൽക്കുക. അനിയൻ ജർമ്മനിയിലായിരുന്നു, ഒരു 10-22 വർഷം ജർമ്മനി തന്നെയായിരുന്നു. സുദർശൻ കലാക്ഷേത്ര എന്നാണ്, കലാക്ഷേത്ര സുദർശൻ എന്ന് അറിയപ്പെടുന്നത്. എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാല് എൻ്റെ പ്രോഗ്രാം എവിടെ ഉണ്ടെങ്കിലും അച്ഛനും അമ്മയും വരികയും ചെയ്യും, കാണുകയും ചെയ്യും. അതിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. നന്നായിട്ട് നീ കളിക്കുന്നുണ്ട്. എന്നോട് അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത്, അച്ഛനൊരു മകളുണ്ടായിരുന്നു, ആ മകള് മരിച്ചു പോയായിരുന്നു ചെറുപ്പത്തിലേ തന്നെ. ആ മകൾക്ക് പകരം എനിക്ക് എൻ്റെ ഒരു മകളായിട്ട് ഈശ്വരൻ എനിക്ക് തന്നത് അത്രയും സ്നേഹവും ഒക്കെയായിരുന്നു ഞങ്ങളുടെ അനിലിന്റെ വീട്ടുകാർക്ക്. അതുപോലെ തന്നെ അനിലും കലാ ഫീൽഡിൽ എന്നെ ശരിക്കും പ്രോത്സാഹനം തരുമായിരുന്നു. അനിയൻ അതിൽ കൂടുതലും പ്രോത്സാഹനം തരുമായിരുന്നു എനിക്ക്. ചേട്ടൻ, ചേച്ചി അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ പോലും തിരുത്തി തരുകയും ഒക്കെ ചെയ്യും. കാരണം RLB കോളേജിലും നന്നായി പഠിക്കുന്ന നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കലാക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ആൾക്കാർ എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരും. എന്നെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അനിയൻ. അത്രയും സപ്പോർട്ടാണ് കലയിൽ എനിക്ക് വീട്ടുകാർ തന്നിരുന്നത്. അതുപോലെ തന്നെ അനിലിന് ജഡ്ജ്മെന്റിന് സിംഗപ്പൂർ ഒരു ജഡ്ജ്മെന്റ് വന്നു. അനില് എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ട, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ എന്നെ സിംഗപ്പൂര് ഒരു മലയാളി സമാജത്തിന്റെ ഒരു ഇന്റർവ്യൂവിന് ജഡ്ജ്മെന്റിന് വിട്ട് അവിടെ നിന്ന് നല്ലൊരു പേരായിരുന്നു. പിന്നെ കലാഫീൽഡിൽ തന്നെ PSCയുടെ ഇന്റർവ്യൂ ബോർഡായിട്ട് വിളിച്ചപ്പം എന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും പോയിക്കോ, അത് പോകാതിരിക്കല്. അങ്ങനെ ഗസ്റ്റുകാരുടെ ഒരു ഇന്റർവ്യൂ ബോർഡിലേക്ക് വിളിച്ചു. ഗസ്റ്റുകാരുടെ അല്ല, പെർമനന്റ് ഇന്റർവ്യൂ ബോർഡിലേക്ക് എന്നെ PSC വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ അനില് ആണ് അതിനെല്ലാം എന്നെ ഞാൻ ആദ്യം എങ്ങും പോകത്തൊന്നുമില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു.
ടീച്ചർ, ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് നൃത്തത്തോടുള്ള താല്പര്യത്തെയും സമീപനത്തെയും എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കുട്ടികൾ ഒരുപാട് ഇപ്പോൾ എത്താറുണ്ടോ? ഇവരുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ ഒരു മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ? ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുമ്പം ശരിക്കു പറഞ്ഞാല് അവര് ഒന്ന് കോമ്പറ്റീഷന് വേണ്ടി പഠിക്കണതാ, രണ്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ആയി എന്നുള്ളൊരു തോന്നലും കൂടിയുള്ള കുട്ടികളാണ്. പക്ഷെ അതല്ല കല. അതായത് ഞങ്ങൾ ഇപ്പോഴും 2 മണിക്കൂർ പ്രാക്ടീസ് ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാല് നമുക്ക് ചെയ്യാനുള്ളൊരു തൻ്റെ ഉണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അതല്ല. 10 മിനിറ്റ് ക്യാപ്സൂൾ പോലെ 10 മിനിറ്റ് പഠിച്ച് അത് പെർഫോമൻസ് ചെയ്യണം, ഒരു കച്ചേരി പ്രകാരം ഒരു ഐറ്റം ഒരു പ്രോഗ്രാം ചെയ്യണം എന്നുള്ള ആ ഒരു തോന്നലുകളൊന്നുമില്ല. വെറുതെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി പഠിക്കണു. പക്ഷെ പണ്ടുള്ള കാലങ്ങളിൽ അങ്ങനെ അല്ലായിരുന്നു. ഒന്ന് അത് വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളുടെ ഈ ആദ്യം ഗുരുകുലം വന്നു, പിന്നെ ഡിപ്ലോമ വന്നു, പിന്നെ ഡിഗ്രി വന്നു, പിന്നെ MA PhD വന്നു. അങ്ങനെ ഒരു ലെവലിലേക്ക് ഇത് പോയി കഴിഞ്ഞപ്പോഴത്തേനും കുട്ടികളുടെ പ്രാക്ടീസിനുള്ള അവറിന്റെ ടൈം കുറഞ്ഞു. ഞങ്ങൾ 4 മണിക്കൂർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇന്നത്തെ കുട്ടികൾക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും 1 അവറേ പ്രാക്ടിക്കലി കിട്ടുന്നുള്ളൂ. അപ്പൊ തന്നെ ആ കുട്ടികള് പ്രാക്ടിക്കലിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അത് ഇപ്പൊ വന്നിരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തില് വന്നിരിക്കുന്ന മാറ്റമാണ്. ആ മാറ്റം തന്നെ കുട്ടികളിലേക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത് തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് മുഴുമിപ്പിക്കണമെന്ന് പോലും ഇല്ല. അപൂർവം ചില കുട്ടികൾ മാത്രമേ അത് വേണം, ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് നന്നായി പോകുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഒരു ട്യൂഷൻ എടുക്കണം, അങ്ങനെ ഒരു ലെവലിൽ പഠിക്കുന്ന കുട്ടികളെ ഇപ്പം കാണുന്നുള്ളൂ. ടീച്ചർ, ഇന്നത്തെ ഈ കാലത്ത് ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കുട്ടികൾ മാത്രം കരിയർ ആയിട്ട് തിരഞ്ഞെടുത്ത നൃത്തത്തെ കണ്ട് അങ്ങനെ ആഗ്രഹത്തോടെ എത്തുന്നുണ്ട്. ഇങ്ങനെ വരുന്ന അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ തന്നെയും ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം അവർക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ്? ആദ്യം തന്നെ ഒരു നർത്തകിയാകണമെങ്കിൽ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. പ്രാക്ടീസ് ഇല്ലാണ്ട് ഒരിക്കലും ഒരു നർത്തകിയാകാൻ പറ്റില്ല. ചെറിയ അടവ് പഠിപ്പിക്കുമ്പം മുതലേ ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും നിന്ന് പ്രാക്ടീസ് ചെയ്ത് അതിനെ വലുതാക്കി വേണം ഒരു നർത്തകിയാകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരാഗ്രഹം. കാരണം വെറുതെ ഒരു ക്യാപ്സൂൾ പോലെ പഠിച്ച് സമൂഹത്തിൽ ഇറങ്ങി അത് കുട്ടികളെ പഠിപ്പിക്കുക, അതിന് അത്രയും നീറ്റ്നെസ്സേ ഉണ്ടാവുള്ളൂ. അതൊരു മുഴുവനൊരു നർത്തകിയുടെ ഒരു ലക്ഷണത്തിലല്ല അത് പെടുന്നത്. കാരണം അത് പ്രാക്ടീസ് കൊണ്ട് ഇപ്പൊ മ്യൂസിക്കുകാരാണെങ്കിൽ സാധകം ചെയ്ത് തൊണ്ട ശരിയാവുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ കയ്യ്, കണ്ണ്, കാല്, മനസ്സ് എല്ലാം ഒരേ ലെവലിൽ വരണം. എങ്കിൽ മാത്രമേ, കാരണം നമ്മള് സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ ഭാവമേ മാറി. അത് പിന്നെ ഒരു നർത്തകിയായി. ആ സ്റ്റേജിലേക്ക് നമ്മൾ വ്യക്തിയല്ല, ഒരു നർത്തകിയാണ്. ആ നർത്തകിക്ക് കണ്ണ്, അവരുടെ എല്ലാ അംഗോപാംഗ പ്രത്യംഗങ്ങളും ആ സ്റ്റേജ് പെർഫോമൻസിനെ കാണികളെ രസിപ്പിക്കണം എന്നും തോന്നണം. അതുപോലെ തന്നെ അവര് നന്നായി പെർഫോമൻസ് ചെയ്യണമെന്നും തോന്നണം. അത് എന്തുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിവിടെ പ്രാക്ടീസ് കൊടുത്തിരിക്കണം. ഒരു 2 മണിക്കൂർ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ഒരു ലെവലിലേക്കൊക്കെ ഒരു നർത്തകി കയറി വരുള്ളൂ. പഠിപ്പിക്കുന്ന കുട്ടികൾക്കും എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ നീറ്റായാൽ മാത്രമേ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളും നീറ്റായിട്ട് ഒരു സമൂഹത്തിൽ ഡാൻസിലേക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കണം. അതിന് കുട്ടികൾ നൃത്തം കരിയറാക്കി എടുക്കുന്ന കുട്ടികൾ ശരിക്കും ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം.
ജീവിതത്തിൽ തളർന്നു പോകുന്ന അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ പല കുട്ടികളും പിന്തിരിഞ്ഞ് ഓടുകയാണ് ചെയ്യുന്നത്. അവർക്കൊക്കെ തന്നെ പേടിയാണ് അത് ഫേസ് ചെയ്യാൻ. ടീച്ചറിനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിന്നൊക്കെയാണ് ടീച്ചർ കരകയറി ഇന്ന് ഈ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കുന്നത്. ഇതുപോലെ ഈ പിന്തിരിഞ്ഞു പോകുക അല്ലെങ്കിൽ ജീവിതം ഈ ബുദ്ധിമുട്ടൊക്കെ നേരിടുമ്പോൾ അവസാനിപ്പിച്ച് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ മുന്നിൽ. ഇവരോട് എന്താണ് ടീച്ചർ പറയാനുള്ളത്? ഞങ്ങളുടെ കോളേജിലും അങ്ങനെ പിള്ളേര് പിന്തിരിഞ്ഞു പോകാൻ ഞാൻ എപ്പോഴും പറയും, ഒരു 18 വയസ്സ് കഴിയുമ്പോഴത്തേനുമാണ് ഞങ്ങളുടെ ഡിഗ്രിക്ക് കുട്ടികളെ കൊണ്ടുവരുന്നത്. അവരുടെ പാരന്റ്സുമായിട്ട് പിന്നെ അവർക്ക് യാതൊരു ഇടയ്ക്ക് ഫോൺ ചെയ്യുന്നല്ലാതെ വേറൊരു ഇതും ഇല്ലല്ലോ. അവരുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞങ്ങള് ടീച്ചർമാര് മാത്രമല്ല, ഞങ്ങള് നിങ്ങളുടെ പാരന്റും കൂടിയാണ്. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും ഞങ്ങളോട് വന്ന് പറഞ്ഞു, ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരാം. കാരണം ഒരു കുട്ടി നശിച്ചു പോകരുതല്ലോ. കുട്ടികളുടെ വികാരം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നല്ലൊരു സുഹൃത്തായിരിക്കണം. ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് ഒന്നില്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിനെ കിട്ടണം, അല്ലെങ്കിൽ അവര് മനസ്സിൽ ഒതുക്കി എന്താ ചെയ്യണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, ഞങ്ങൾ ടീച്ചറായിട്ട് കൂട്ടണ്ട, നമ്മളൊരു സ്വരുമയോട് കൂടിയിട്ടുള്ള ഒരു പഠന രീതിയിലേക്ക് നമുക്ക് പോകാം എന്ന് ഞാൻ ഞങ്ങളുടെ മിക്ക കുട്ടികളോട് ഞാൻ പറയും. അങ്ങനെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അല്ലാതെ പഠിത്തം ടീച്ചിങ് അതല്ല നമ്മുടെ ജീവിതത്തിൽ. നിങ്ങൾ ദൂരേന്ന് വരുന്ന കുട്ടികളാണ്. ആ കുട്ടികൾക്ക് നമുക്ക് തുറന്നു പറയാനുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾ തുറന്നു പറയണം. എന്ത് വിഷമമുണ്ടെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ തുറന്നു പറഞ്ഞോ. നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കാം. അങ്ങനെ വരുന്ന കുട്ടികളും ഉണ്ട് കേട്ടോ. ചിലപ്പം കുട്ടികൾക്ക് ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോഴൊക്കെ കൊടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് ഞങ്ങളുടെ ഇതില്. പല ഇതിലും ഞങ്ങൾ വർത്തമാനത്തിലാണെങ്കിലും ഫീസ് അടയ്ക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ ടീച്ചേഴ്സ് ഒത്തൊരുമയോടുകൂടി കുട്ടികളുടെ കൂടെ നിൽക്കാറുണ്ട്. പിന്നെ ചില കുട്ടികളുണ്ട്, ഇപ്പം ഞങ്ങൾ എന്ത് പറഞ്ഞാലും അത് തെറ്റാണെന്ന് തോന്നുന്ന കുട്ടികളും ഉണ്ട്. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനപ്പം വിചാരിക്കും, അവര് കുടുംബത്തിൽ നിന്ന് അങ്ങനെയായിരിക്കും പഠിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവർക്കത് മാറ്റാൻ പറ്റാത്തത്. അവര് പോകുന്ന പോലെ നമ്മളും പോവുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ അവരെ നമ്മൾ ശരിയാക്കാൻ പോയാൽ നടക്കില്ല മാഡം. ടീച്ചർ ഈ ഒരു സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന് ടീച്ചർ ജീവിതത്തിൽ ഒരുപാട് തളർന്നു പോകുന്ന പ്രതിസന്ധി ഉണ്ടായിട്ടും അവിടെ നിന്നൊക്കെ തന്നെയും കരകയറി ആ ഒരു ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നതാണ്. ഏതായാലും ടീച്ചറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു ടീച്ചർ. നമസ്കാരം. നന്ദി. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.